മുതലപ്പുഴയിൽ വീണ്ടും മത്സ്യബന്ധന വള്ളം മറിഞ്ഞ അപകടം. 3 വള്ളങ്ങൾ ശക്തമായ തിരയിൽപ്പെട്ട് മറിയുകയായിരുന്നു. 4 മാസത്തിനുള്ളിൽ 25 അപകടങ്ങളും 4 മരണവുമാണ് മുതലപ്പുഴയിൽ സംഭവിച്ചത്. അപകടങ്ങൾ തുടർക്കഥയായിട്ടും സംസ്ഥാന സർക്കാർ അനാസ്ഥ തുടരുകയാണ്. ഇന്ന് രാവിലെ മുതൽ തുടർച്ചയായി നടന്നത് 3 അപകടങ്ങൾ. 15ഓളം മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടു. ശക്തമായ തിരയിൽപ്പെട്ട വള്ളം പുലിമുട്ടിനടിയിലേക്ക് അകപ്പെട്ട 2 മത്സ്യബന്ധന വള്ളങ്ങൾ രണ്ടായി പിളർന്നു. അപകടത്തിൽ പരിക്ക് പറ്റിയ 5ഓളം പേര് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ 4 മാസത്തിനിടെ 25ഓളം അപകടവും 4 മരണവുമാണ് മുതലപ്പുഴയിൽ സംഭവിച്ചത്. കൂടാതെ മരിയനാട് തുടർച്ചയായി 3 തവണ വള്ളം മറിഞ്ഞ് 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ചു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ് അപകടത്തിൽപ്പെടുന്നവർ ഭൂരിഭാഗവും. തമിഴ്നാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നും മുതലപ്പുഴയിലേക്ക് മത്സ്യബന്ധനത്തിനായി ആളുകൾ എത്തുന്നുണ്ട്. തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളിൽ വാഗ്ദാനങ്ങൾ പാലിക്കാതെയും മത്സ്യത്തൊഴിലാളികളെ പരിഗണിക്കാതെയും ഫിഷറീസ് വകുപ്പും സർക്കാരും മൗനം പാലിക്കുകയാണ്. മുതലപ്പുഴ അടച്ചിടുക മാത്രമാണ് നിലവിൽ സർക്കാരിന് മുന്നിലുള്ള മാർഗം. എന്നാൽ തൊഴിലില്ലാതാകുമെന്ന ആശങ്കയിൽ മത്സ്യത്തൊഴിലാളികൾ ഈ തീരുമാനത്തിന് എതിരാണ്. ജനം, തിരുവനന്തപുരം.